ഇന്ന് നമ്മുടെ മണിത്തക്കാളി വിളവെടുപ്പാണ്. എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കൂട്ടുകാരെ, ഇത് എന്താണെന്നറിയാമോ? ഇതാണ് നമ്മൾ ഇവിടെ പറയുന്ന മണിത്തക്കാളി. കൂട്ടുകാർക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സാലഡായും തക്കാളി ഉപയോഗിക്കുന്ന പോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കാനും ഉത്തമമാണ്. ഇത് ഒരു ചെടിയിൽ തന്നെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ധാരാളമായി ഇത് ഉണ്ടാവുകയും ചെയ്യും. കൂട്ടുകാർക്ക് ഇതേക്കുറിച്ച് കൂടുതലായി അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഏകദേശം 2 കിലോയോളം മണിത്തക്കാളി ലഭിച്ചിട്ടുണ്ട്. ഇത് സാധാരണ തക്കാളി പോലെ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. തക്കാളിയേക്കാളും ഗുണവും കൂടുതലാണ്. സാധാരണ തക്കാളിയെ പോലെ തന്നെയുള്ള വിത്തുകൾ തന്നെയാണ് ഇതിന് ഉള്ളത്. സാധാരണ തക്കാളിയേക്കാൾ മധുരം കൂടുതലാണ് ഈ തക്കാളിക്ക്. ഏകദേശം 6 മാസത്തോളം ഈ ചെടിയിൽ നിന്ന് തക്കാളി ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ വെറുതെ കഴിക്കാനും ഏറെ രുചികരമാണ്.